എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്ത്യാനികളായ നാം ക്രിസ്തുവിന്റെ അനുകാരികളാണ്. നാം ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ ചില കണ്ടീഷനുകൾ വെച്ചല്ലേ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതെന്ന് ചിന്തിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി യേശുവിന്റെ അടുത്ത് വന്ന 3 വിഭാഗം ആളുകളെ കാണാം. 2 പേർ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായെങ്കിലും അവർക്ക് ചില നിബന്ധനകളുണ്ട്. എന്നാൽ മറ്റൊരുവനെ യേശു വിളിക്കുമ്പോൾ അവന് ചില ഒഴിവൊഴികളുണ്ട്. ഈ 3 വ്യക്തികളുടെയും പ്രത്യേകത നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കാം. ഒന്നാമത്തൻ കർത്താവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. എന്നാൽ കർത്താവ് അവനെ അനുവദിക്കാതെ, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞ കർത്താവ് ഇങ്ങനെ മറുപടി പറയാൻ കാരണം, നാടുനീളെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മറ്റും ചെയ്യുന്നത് കണ്ടപ്പോൾ അവന്റെ ഹൃദയത്തിലുണ്ടായ ഒരു മോഹം മാത്രമാണതെന്ന് കർത്താവ് മനസ്സിലാക്കി. സുഖമായി അല്ലലില്ലാതെ ജീവിക്കുവാനുള്ള ഒരു മാർഗമായി മാത്രമാണ് അവൻ അതിനെ കണ്ടത്. ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് അനേകരുടെയും ചിന്തയും പ്രതീക്ഷയും രോഗങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു ജീവിതമാണ്. അവിടെ പ്രതീക്ഷിക്കാത്ത ജീവിതാനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നിരാശരായി, നിരീശ്വരരായി മറ്റു മാർഗങ്ങൾ തേടിപ്പോവുകയും ചെയ്യും. ഇവിടെ അവൻ യേശുവിനെ അനുഗമിച്ചതായി പറയുന്നില്ല. രണ്ടാമനോട് കർത്താവ് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ കർത്താവിനോട് പറഞ്ഞത്, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരയണമേ എന്നാണ്. ഇവിടെ ആത്മീകമായി മരിച്ച ലോക ഇമ്പങ്ങളിൽ മാത്രം കണ്ണുവെച്ച് ജീവിക്കുമ്പോൾ ലോകത്തിൽ താൻ ഇഷ്ടപ്പെടുന്ന പലതും ഉപേക്ഷിക്കേണ്ടതായി വരുമെന്ന ചിന്തയാണ് യേശുവിനെ അനുഗമിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. പലരും മദ്യപാനവും സിഗരറ്റും ലൗകികമായി ലഭിക്കുന്ന ഒരു സന്തോഷവും വിട്ടുകളയാതെ ഇരിക്കുന്നതായി കാണാം. ഇങ്ങനെയുള്ളവർ ആത്മീയമായി മരിച്ചവരാണ്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. സഭാപ്രസംഗി 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ, ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സായിരിക്കുകയും ചെയ്തിട്ടും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെ പോയാൽ ഗർഭം അലസിപ്പോയ പിണ്ടം അവനേക്കാൾ നന്നെന്ന് പറയുന്നു. നിനക്ക് ദീർഘായുസ്സായിരിക്കാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്ന് യേശു പറയുന്നു. ഉടനെ അനുഗമിക്കാൻ അവന് താല്പര്യമില്ലാത്തത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന അപ്പൻ കുറെ നാൾ കഴിഞ്ഞ് മരിച്ചിട്ട് അയാളെ അടക്കിയിട്ട് ഞാൻ വന്നേക്കാം എന്നാണ് അവൻ ഒഴിവൊഴിവ് പറഞ്ഞത്. ആത്മീയത ലൗകിക ജീവിത ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ഒരു മറയാക്കുവാനോ, ലൗകിക ജീവിത ഉത്തരവാദിത്തങ്ങൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ഒരു മാർഗമായി മാറ്റാതെ രണ്ടും പരസ്പര പൂരകങ്ങളായി കൊണ്ടുപോയാൽ മാത്രമേ ഈ ലോക ജീവിതം വിജയകരമാകുകയുള്ളൂ. രണ്ടാമനും യേശുവിനെ അനുഗമിച്ചതായി കാണുന്നില്ല. മൂന്നാമത്തവൻ ഈ 2 പേരിൽ നിന്നും വ്യത്യസ്തനായി വർത്തിക്കുന്നു. ഒന്നാമത്തവൻ സ്വയം അനുഗമിക്കാൻ തയ്യാറാകുന്നു, എന്നാൽ ഉദ്ദേശം സ്വാർത്ഥ താല്പര്യമായിരുന്നു. രണ്ടാമത്തവനെ യേശു വിളിച്ചുവെങ്കിലും അവന് പൂർണ്ണമായി അനുഗമിക്കാൻ മനസ്സില്ലായിരുന്നു. മൂന്നാമത്തവൻ വന്ന്, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. കർത്താവിനെ ക്ഷണിച്ചിട്ടല്ല അവൻ ഇങ്ങനെ പറഞ്ഞത്. ശിഷ്യത്വത്തിന്റെ പാത സ്വീകരിക്കുന്നവർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അതിനാൽ കുടുംബത്തിന്റെ സമ്പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്ന ആർക്കും തന്നെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല എന്ന അർത്ഥത്തിൽ യേശു പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ക്രിസ്ത്യാനി ചുറ്റുപാടുകളെ നോക്കേണ്ടവനല്ല. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. മൂന്നാമനും യേശുവിനെ അനുഗമിച്ചതായി കാണുന്നില്ല. നാം ഈ 3 പോലെ യേശുവിന്റെ പരമവിളിയെ തിരസ്കരിച്ച് ഓരോ ഒഴിവൊഴികൾ പറഞ്ഞ് പിന്മാറ്റക്കാരായി തീരുന്നവരല്ലേ എന്ന് ചിന്തിക്കണം. ദൈവസന്നിധിയിലേക്ക് സ്വയം കടന്നു വന്നാലും ക്ഷണം സ്വീകരിച്ചു വന്നാലും നിബന്ധനകൾ വെക്കാതെ വിളിച്ചവൻ വിശ്വസ്തൻ എന്ന ബോധ്യത്തോടെ യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിന്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.